ഈ ഭൂമി ലോകത്ത് പ്രിയപ്പെട്ടവരെ ജീവിച്ച ഒരു മഹാരാജാവിന്റെ കഥ. ആ രാജാവ് നേരത്തെ ആരും സൂചിപ്പിക്കപ്പെട്ടതുപോലെ കൊട്ടാരം വിട്ട് തന്റെ എല്ലാ സുഖ സൗഖ്യങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു കരിമ്പുടത്തിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് കാട് കയറിയ കഥ. എന്തിനാണ് അദ്ദേഹം കാട് കയറിയത്? എന്താണ് അതിന് കാരണം അദ്ദേഹത്തിന് ഉണ്ടായത്? ഇൻഷാ അല്ലാഹ് ആ ഭാഗമാണ് നിങ്ങൾ പരിശോധിക്കാൻ പോകുന്നത്. കൊട്ടാരം വിട്ടിറങ്ങിയ സുൽത്താൻ കഥയുടെ 1-ാം ഭാഗം. എല്ലാവരും ശ്രദ്ധിക്കുക. ഇതാ വരുന്ന മാപ്പിളപ്പാട്ടുകൾ. കപ്പൂനില്ലിരവോതി ടൂരയും തായി കരുണര വലിമത് ഹാനദൈ ഖുറാസാനി കടുത്തേ ബൽഹാം കോപ്പുകൾ മഹാദൗലെ തൂടെ മിൽക്കായാത് ഗമിൻ ഗുണമണി സുദരിബ് റാഹിമോർ ബാലദേത്യം ഭരിച്ചും കൊണ്ടേ കാപ്പോനില്ലിരവോതി ടൂരയും തായി കരുണര വലിമത് ഹാനദൈ ഖുറാസാനി കടുത്തേ ബൽഹാം കോപ്പുകൾ മഹാദൗലെ തൂടെ മിൽക്കായാത് ഗമിൻ ഗുണമണി സുദരിബ് റാഹിമോർ ബാലദേത്യം ഭരിച്ചും കൊണ്ടേ സാപ്പായോർ ആദിലൊന്നിൽ ശുജാഅത്ത് നാടത്തെയും സാപ്പായോർ ആദിലൊന്നിൽ ശുജാഅത്ത് നാടത്തെയും അതിമഹപതികളും ശരിയായി ഭയന്നും കീഴടങ്ങി നിന്റെ ഭൂപതികളിൽ മൂപ്പർ പടാസ്കർ വാസിറാളും ഭൂപതികളിൽ മൂപ്പർ പടാസ്കർ വാസിറാളും തഹത്തുടെ വളർമകൾ മുടിപ്പെടാത്താരമുണ്ട് ഖുഷിയും കോളോ കാപ്പോനില്ലിരവോതി ടൂരയും തായി കരുണര വലിമത് ഹാനദൈ ഖുറാസാനി കടുത്തേ ബൽഹാം കോപ്പുകൾ മഹാദൗലെ തൂടെ മിൽക്കായാത് ഗമിൻ ഗുണമണി സുദരിബ് റാഹിമോർ ബാലദേത്യം ഭരിച്ചും കൊണ്ടേ കൂൾക്കൂടാ മാനോവർ കണ്ടിടുൽ പൊന്തും വീടും ദീതും കൂൾക്കൂടാ മാനോവർ കണ്ടിടുൽ പൊന്തും വീടും ദീതും ഇരപ്പകലരിപെട ഹുഷിബിരുത്താലങ്കാരം പലേ തമാശ നാൾ തോറും മൊഴിതുള്ളിര പാട്ടുമേരാക നാൾ തോറും ഒഴിതുൾ ഈരസ് പാട്ടുമേരാക വെളുമതി ഷറഫിലെ നാദരാൽ 4 പേരും നഫറുകൾ ഏറ്റും കാപ്പോനിൽ ഈരവോതി ടൂരയും തായി കരുണര വലിമത് ഹാനദൈ ഖുറാസാനി കടുത്തേ ബൽഹാം കോപ്പുകൾ മഹാദൗലെ തൂടെ മിൽക്കായാത് ഗമിൻ ഗുണമണി സുദരിബ് റാഹിമോർ ബാലദേത്യം ഭരിച്ചും കൊണ്ടേ. സഹോദരി, കൊട്ടാരം വിട്ടിറങ്ങിയ സുൽത്താൻ കഥയുടെ 1-ാം ഭാഗം ഇൻഷാ അല്ലാഹ്. ഇത് ഒരു മഹാരാജാവിന്റെ കഥയാണ്, ഒരു സൂഫിയുടെ കഥയാണ്. അൽഹംദുലില്ലാഹ്, ആ കഥയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ ക്ഷണിക്കുന്നത്. ഇത് നടക്കുന്നത് പ്രസിദ്ധമായിരിക്കുന്ന ഖുറാസാൻ പട്ടണം. ആ ഖുറാസാൻ പട്ടണത്തിൽ പ്രിയപ്പെട്ടവരെ ബൽഹ എന്നൊരു നാടുണ്ട്. ബൽഹ എന്ന നാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബഗ്ദാദിനെ കുറിച്ച് നമുക്കറിയില്ലേ? ഒരുപാട് അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ, ഔലിയാക്കന്മാർ, മഹാനായ ഷെയ്ഖ് ഗൗസുൽ മുഹീദ്ദീൻ ഷെയ്ഖ് ഖദ്ദസല്ലാഹു തങ്ങളടക്കം ഒരുപാട് ഔലിയാക്കന്മാര്, പണ്ഡിതന്മാർ
മഹാരഥന്മാര് അവരുടെ പാദസ്പർശനമേറ്റ അവരന്തിറങ്ങുന്ന മണ്ണാണ് പരിശുദ്ധമായിരിക്കുന്ന ബഗ്ദാദ്. ആ ബഗ്ദാദിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഖുറാസാൻ പട്ടണത്തിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായിരിക്കുന്ന ബൽഖ, ആ ബൽഖ നാട് ഭരിക്കുന്ന രാജാവിന്റെ പേരാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം, അദ്ദേഹത്തിന്റെ പുത്രനായ ഇബ്രാഹിം. അൽഹംദുലില്ലാഹ്, കഥയിലേക്ക് പോവുകയാണ്. കപ്പോന്നിൽ ഈരബോധി തുരയുന്നേ ദാരിതായി കരുണരം വലിമത് ആനദി ഖുറാസാനി കടുത്തെ ബൽഖ കുപ്പുകൾ മാദൗലെ തുടെ മിൽകായാതി ഹാമിൻ ഗുണമണി സുദരിബ് റഹിമോർ ബാലേ ദേറ്റം ഭരിച്ചും കൊണ്ടേ ോതി തുരയുന്നതാറിതായെ കരുണര വലിമത് ഹാനദേ ഖുറാസാനി കടുത്തെ ബൽഹാം കൊപ്പുകൾ മഹാദൗലെ തൂടെ മിൽകായാദികമിൻ ഗുണമണി സുദരിബ് റാഹിമോർ ബാലദേറ്റും ഭരിച്ചും കൊണ്ടേ നാടെത്തിയും അതിമഹാപതികളും ശരിയായി ഭയം കീഴടങ്ങി നിന്റെ മൂപ്പർ പളർമകൾ മുടിപ്പെടാത്താരും ഉണ്ട് ഖുശിയും കോളും കൂടാമാനോവർകൾ തീടുൽ കൊന്തും വീടും തീതും ഇരപ്പകലറിപ്പെട ഖുശിബെരൂ താലങ്കാരം വലേ താമാശ നാൾ തോറും ഓഴിതുൽ ഈരേശ പാട്ടുമേരാഗം നാൾ തോറും ഓഴിതുൽ ഈരേശ പാട്ടുമേരാഗം വെളും അതിശരഫിലെ നാത്തരാൽ നാലം പേരും നഫറുകൾ ഏറ്റം കപ്പൂനിൽ ഈരബോധി പുരയുന്നത് ആരീതായെ കരുണര നബിമത് ഹാനദി ഖുറാസാനി കടുത്തെ ബൽഖ. പ്രിയപ്പെട്ടവരെ, കേളികെട്ട രാജാവാണ് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. നിങ്ങൾ നോക്കേ, ബൽഖയിലെ പ്രശസ്തനായിരിക്കുന്ന രാജാവ് ദീനീ രാജാവാണ്. നേരെ ശ്രദ്ധിക്കുക. പക്ഷേ സുഖലോലുപനായി ജീവിച്ച രാജാവ്, ലോകം കണ്ട രാജാക്കന്മാരിൽ ഏറ്റവും സുഖലോലുപനായി ജീവിച്ച രാജാവാണ് മഹാനായ ഇബ്രാഹിം. അത്ഭുതം തോന്നുന്നുണ്ടോ? ലോകം കണ്ട രാജാക്കന്മാരിൽ ഏറ്റവും സുഖലോലുപനായി ജീവിച്ച രാജാവ്, എല്ലാ സൗകര്യങ്ങളും, ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് പട്ടാളക്കാര്, ഇഷ്ടംപോലെ തോഴികള്, ഇഷ്ടംപോലെ വല്ലാട്ടിമാര്, വടുവന്മാര്, ഇഷ്ടംപോലെ സമ്പത്ത്, ഇഷ്ടം പോലെ കീഴ് രാജാക്കന്മാര്, ഇഷ്ടം പോലെ കീഴ് നാടുകള്, സുബ്ഹാനല്ലാഹ്, അമ്പര ചുണ്ടികളായ കൊട്ടാരങ്ങള്, എല്ലാതുകൊണ്ടും ആ കാലഘട്ടത്തിൽ ഏറ്റവും സുലോലുപനായി ജീവിച്ച ബൽഖ ചക്രവർത്തി. എന്തിനേറെ പറയുന്നു, ആ ചക്രവർത്തി പ്രിയപ്പെട്ടവരെ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ സാധാരണ സമയം തന്റെ കൊട്ടാരത്തുനിന്ന് ഒന്ന് അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ ആ രാജാവിന്റെ സെക്യൂരിറ്റിയെ കുറിച്ചുകൊണ്ട് ചരിത്രം പറയുകയാണ്. കണ്ടോ, സാധാരണ യാത്ര സമയം യുദ്ധം പൂണ്ടേ ഷൂജ ഉർമിമ മേദാ കാസിറിന്റെ സബ് ആതട്ട് ബേലിൽ പദവിയായി വിധാനിത്തിട്ട് സാധാരണ യാത്ര സമയം ദേവാ യുദ്ധം പൂണ്ടേ ഷൂജ ഉർമിമ മേദാ കാസിറിന്റെ സബ് ആതട്ട് ബേലിൽ പദവിയായി വിധാനിത്തിട്ട് മാറും വീരുപ്പിൻ ലസും വിസ്തബ്രക്കുമേ ഖസ് സാദാ കിടക്കാത്ത കിയ ഹരിറാൽ ചതുർഭംഗലുമേ വലി സുറുറാൽ ഹരിശിൽ പുൽപ്പണി കുത്തിയേ ശോഭ മീകും ചിത്ര ചൂടർ കത്തിയേ അകമിൽ പാതിച്ച് മറുമാറുകൾ മറ്റും അംഗം കീണാതെ തൊട്ടിടവേ ചുറ്റും. പ്രിയപ്പെട്ടവരെ,
ഒരു സാധാരണ ഒരു ഭരിക്കുന്ന രാജാവ് സാധാരണയായി കൊണ്ട് വീട്ടിൽ നിന്ന് കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ സുബ്ഹാനല്ലാഹ് 40ഓളം ധീരരായ ശൂരരായ പടയാളികൾ ഒപ്പുണ്ടാവുന്ന സാധാരണ രാജാവ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇഷ്ടംപോലെ 40 കുതിരപ്പടയാളികൾ വാളി കുന്തം ചാട്ടുളി പെമ്മ പെൺമഴ ശൂലം ചക്കരം വജ്രം മുരുമി കട്ടാര മുണ്ട തൂട്ടി കത്തി കല്ല് വര പോലത്തെ പടായുധങ്ങൾ അണിഞ്ഞ 40 പടയാളികൾ രാജാവിന്റെ മുമ്പിലും പിന്നിലും വലതും ഇടതുമായി തിരൂരിലേക്കൊന്ന് ഇറങ്ങുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ് രാജാവിന്റെ വലതും മുമ്പിലുമായി 40ഓളം പടയാളികൾ സാധാരണ ഉണ്ടാകുന്ന ആ രാജാവിന്റെ 7 നിലയുള്ള മണിമാളിക. ആ 7 നിലയുള്ള മണിമാളികയിൽ അദ്ദേഹത്തിന് പ്രധാനമായും പ്രത്യേകമായും ഒരു സുന്ദരമായ റൂമുണ്ട്. ആ സുന്ദരമായ റൂമിലെ കിനാദികൾ അഥവാ തൂക്കിടപ്പെട്ട ലൈറ്റ് അറേഞ്ച്മെന്റുകൾ തോരണങ്ങൾ ആ റൂമിന്റെ 4 മൂലയിൽ 4 പങ്കകൾ. സുബ്ഹാനല്ലാഹ്, എന്ത് രസമാണ് ആ പങ്കകൾ. അത് വലിക്കുവാൻ എന്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ആളുകള് ജോലിക്കാൻ നമ്മുടെ ഇബ്രാഹിം എന്ന രാജാവിന്റെ പ്രിയപ്പെട്ടവരെ കിടക്ക കുറച്ചു കഴിഞ്ഞാൽ ആ കിടക്കേണ്ട മഹത്വം നിങ്ങൾക്ക് മനസ്സിലാകും. എന്തോ ഒരു ബെഡാണ്. പളപളാന്ന് തിളങ്ങുന്ന പട്ടുവസ്ത്രങ്ങൾ കൊണ്ട് വിലപിടിപ്പുള്ള പട്ടുവസ്ത്രങ്ങൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട സുന്ദരമായിരിക്കുന്ന മെത്ത. ഇഷ്ടം പോലെ പ്രിയപ്പെട്ടവരെ ആ വളരെ സൗഖ്യത്തോടുകൂടെ ജീവിക്കുന്ന പറഞ്ഞാൽ തീരില്ല, അവസാനിപ്പിക്കാൻ കഴിയില്ല, ഒരിക്കലും അദ്ദേഹത്തിന്റെ മഹത്വം പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അത്രക്കും വലിയ പദവിയിലിരിക്കുന്ന വലിയ സുഖലോലുപനായി ജീവിക്കുന്ന മഹാരാജാവാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു. എന്നാൽ ഈ സുഖ സൗഖ്യങ്ങളെ എല്ലാം വിടിഞ്ഞ് തന്റെ ഭാര്യ മക്കളെയും വെള്ളാട്ടിമാരെയും വടുവന്മാരെയും ജോലിക്കാരെയും അമ്പര ചുംബിയായ 7 നിലയുള്ള കെട്ടിടവും അതിൽ പ്രത്യേകമായി വിചാരിച്ച അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട റൂം, എല്ലാ തോരണങ്ങളും ഭയങ്കര സൗഖ്യത്തോടുകൂടെ ജീവിക്കുന്ന രാജാവ് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം അത് പ്രിയപ്പെട്ട കൊട്ടാരം വിട്ടിറങ്ങുകയാണ്. എന്താണ് ആ കൊട്ടാരം വിടാനുള്ള കാരണം? അതിന് ചില കാരണങ്ങളുണ്ടായി. നേരെ നോക്കൂ നിങ്ങൾ. ഒരു ദിവസം മഹാരാജാവ് ഒരനുഭവം. എന്താണ് അനുഭവം? ബഹുമാനർ പോറ്റു നാളിന് നേരം പുലർച്ചയ്ക്ക് നിന്റെ വെള്ളിക്കൊള്ളായിറങ്ങി പതിവ് പോൽ പിറയങ്ക് മടങ്ങി ചെണ്ട് നിന്റെ വെള്ളിക്കൊള്ളായിറങ്ങി ഗുലാബി പതിവ് പോൽ പിറയങ്ക് മടങ്ങി ചെണ്ടേ ആടോത്തെ സമയത്തിൽ ശരഫുറ്റ വിരിപ്പ് തന്നിൽ ദാസിയാലൊരു തീ ആവേളെ തലാവെത്ത് ശേനമായി കാനിന്ത് കണ്ണിൽ മകരോഷം പോകുന്നുണ്ടേത്ത് പൊഴുതണ്ടേ പടവിയാളുണർന്ന് കൊണ്ടേ ൗലാത്തൻ മുഖത്തേക്ക് നോക്കി ചിരിത്തവൾ മഴപൊട്ടിക്കാരനെ കൊണ്ടേ നാളിന് നേരം പുലർച്ചയ്ക്ക് നിന്റെ വെളികൊള്ളായിറങ്ങി പുലാവി പതിവ് പോൽ പിറയങ്ക് മടങ്ങി ചെണ്ട്. സുന്ദരമായ കൊട്ടാരത്തിൽ കഴിയുന്ന രാജാവ് സുന്ദരമായിരിക്കുന്ന ബെഡ്റൂമിൽ നിന്ന് അദ്ദേഹത്തിന് പതിവാണ്. എന്താ പതിവ് എന്നറിയോ? അതിരാവിലെ സുബഹി നിസ്കരിച്ചുകൊണ്ട് അദ്ദേഹം ഒന്നിങ്ങനെ ലാത്ത നടക്കും. അത് അദ്ദേഹത്തിന് ഒരു പതിവാണ്. അദ്ദേഹം ഒന്നിങ്ങനെ സഞ്ചരിക്കും, ഒരു സർക്കിറ്റ് ഒന്ന് ലാത്ത നടക്കും. ലാത്ത നടക്കാന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. റോട്ടിലൊക്കെ സുബൈക്ക് മുമ്പ് നോക്കിയാൽ നിറയെ ആളുകളാണ്, മാത്രമല്ല പെണ്ണുങ്ങളാണ്. റഹ്മാനായ റബ്ബേ, ഞാൻ ആ ചാരിയത്ത് പരിപാടിക്ക് പോയ സമയത്തുണ്ട്. സുബൈ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോ റോഡ് നിറച്ച് കറുത്ത പുറക്കട്ടിട്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ വരുന്നു.
കയ്യൊക്കെ വീശിട്ട് ഇങ്ങനെ വരിക. അപ്പൊ ഞാൻ വിചാരിച്ച് ചില പെണ്ണുങ്ങള് പള്ളിയിലേക്കുള്ള സ്വഭാവം ഉണ്ടാവുമല്ലോ, എന്നാ പള്ളികൾക്ക് പോകാവുന്ന. പിന്നെ മനസ്സിലായത് എന്തിനാണ്? ആയുസ് കിട്ടാൻ വേണ്ടിയിട്ട്, കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട്, ഷുഗർ പോകാൻ വേണ്ടിയിട്ട് ഡോക്ടർ നടക്കാൻ പറഞ്ഞതാ. പെണ്ണുങ്ങൾ കൂട്ടായിട്ടിങ്ങനെ സുബൈന്നാലും നിസ്കരിക്കൂല, സുബൈന്റെ മുമ്പ് നടക്കും. അങ്ങനെ നടന്ന് സൂര്യ ഉദിക്കോളം നടക്കും. സുബൈ നഷ്ടപ്പെടുത്തുന്ന പെണ്ണുങ്ങള് നമ്മുടെ താനാടുന്ന പെണ്ണുങ്ങളല്ലട്ട, നമ്മുടെ മീനത്തുര പെണ്ണുങ്ങളല്ല, മഹാപാവങ്ങൾ, നല്ല കുട്ടികളാണ്. അള്ളാഹു ആയുസ്സും ആരോഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. പെണ്ണുങ്ങൾ കൂട്ടമായിട്ട് ഇങ്ങനെ നടക്കുക. അങ്ങനെ നോക്കുമ്പോൾ നേരെ ബേക്കറി ബമ്പറിനോട് കുറച്ച് തടി കൂടുതലാണ്. നടക്കണോ, വേണോ, വേണ്ടേ, പണ്ടാറടക്കിയ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ രൂപത്തിലെ ഓള് നടക്കണത്. കാരണം നടന്നാൽ എത്തറില്ല. നല്ലൊരു കടിക്കട പാട്ടിനെ വിട്ടുകൊടുത്താലോ മുമ്പ് പോണവരൊക്കെ മുമ്പിൽ ടൗൺ ടു ടൗൺ ആയിട്ട് ഓളെത്തും. അടി യാതൊരു സംശയമല്ല. അപ്പൊ പെണ്ണുങ്ങൾക്കും നിങ്ങൾക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്താണ് രാവിലെ എന്തിനാ നമ്മൾ ഉലാത്തുന്നത്, എന്തിനാ നടക്കുന്നത്? നമ്മുടെ രാജാവ് പതിവാണ് സുബഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ മഹാരാജാവ് ഇബ്രാഹിം ഒന്നിങ്ങനെ ലാത്തും. എന്നാൽ ഈ സമയത്താണ് കൊട്ടാരത്തിനകത്ത് ജോലി ചെയ്യുന്ന ആയ പെണ്ണ്, വെള്ളാട്ടി പെണ്ണ്, തൊഴിൽ ചെയ്യുന്ന പെണ്ണ്. ഈ സമയം ആരുണ്ടാവൂല? നമ്മുടെ രാജാവ് കൊട്ടാരത്തിൽ ഉണ്ടാവില്ലല്ലോ. രാജാവിന്റെ റൂം അടിച്ചു വൃത്തിയാക്കുന്ന ജോലി ചെയ്യുന്ന പെണ്ണ് ഈ സമയത്താണ് അത് വൃത്തിയാക്കാൻ പതിവ്. നോക്കി നിങ്ങള്, ആ രാജാവ് ഉലാത്താൻ പോയാൽ ഈ ഒരു ദിവസം പെണ്ണ് എന്താ ചെയ്യുന്നറിയോ? രാജാവിന്റെ റൂം അടിച്ചു വൃത്തിയാക്കാം. രാജാവിന്റെ റൂം ആദ്യം എന്ത് ചെയ്യും? നമ്മുടെ പെണ്ണുങ്ങളെ ചെയ്യും പോലെ പൊടിയൊക്കെ പോകാൻ വേണ്ടി വല്ലാതെ പൊടിയൊന്നും ഉണ്ടാവില്ല. രാജാവിന്റെ റൂമല്ലേ, ആദ്യം ഒന്ന് അടിക്കും. അടിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് നന്നായി ഒരു ശീലെടുത്ത് തൂത്തുവാരും. നേരെ തുടക്കം. എന്തുകൊണ്ടാ തുടക്കുക? നല്ല സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട്. നമ്മുടെ പെണ്ണുങ്ങളെ തുടക്കുന്നത് പോലെ വെള്ളം കൊണ്ടല്ല, സോപ്പ് വെള്ളം കൊണ്ടല്ല, അല്ലെങ്കിലോ ഡെറ്റോൾ ഒഴിച്ച വെള്ളമല്ല. റഹ്മാനായ റബ്ബേ, 2 തുള്ളി ഡെറ്റോൾ അങ്ങോട്ട് ഒഴിച്ചാൽ അടിയിലത്തെ ബെഡ്റൂമും മുകളിലത്തെ ബെഡ്റൂമും സർവ്വ ബാത്റൂമും എല്ലാം കടിയാൻ ഇത് വാക്കിയിരിക്കാം. അത് വാക്കിയിരിക്കാം. വല്യമാര് പറയും, മാളെ നമ്മുടെ കുട്ടി ആദ്യം ആ കക്കൂസ് വല്ലാതെ സ്മെല്ലടിക്കുന്ന അതൊക്കെ അങ്ങോട്ട് നേരെ വൃത്തിയാക്കിക്കാം. കക്കൂസൊക്കെ പാടെ വൃത്തിയാക്കി എന്നിട്ട് വല്യമ്മ പറഞ്ഞ് നിസ്കാരവും ഒന്ന് വൃത്തിയാക്കുക. അതേ ശീല കൊണ്ട് നേരെ പോയിട്ട് നിസ്കാരവും വൃത്തിയാക്കും. ഞങ്ങളുടെ നാട്ടിലെ പെണ്ണുങ്ങൾ, ഇവരുടെ പെണ്ണുങ്ങൾ അങ്ങനെയല്ല. അൽഹംദുലില്ലാഹ് നല്ല വൃത്തിയല്ലോ. ഏതായാലും പ്രിയപ്പെട്ടവരെ, മേൽ പറയപ്പെട്ട രാജാവിന്റെ റൂം ഒന്ന് അടിച്ചു വൃത്തിയാക്കുവാൻ വേണ്ടിക്കൊണ്ട് ഇതാ വെള്ളാട്ടി പെണ്ണ് അകത്തേക്ക് കടന്നു. അവളതാ ചോര് കൊണ്ട് അടിച്ച് അവസാന സുഗന്ധ ദ്രവ്യങ്ങൾ കൊണ്ട് നല്ല മണവസ്തുക്കൾ കലർത്തിയ വെള്ളം കൊണ്ട് എന്തോ ഒരു വാസനയാണല്ല. ആ റൂം അവിടെ ഇങ്ങനെ തുടക്കുക. ഈ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെണ്ണുങ്ങൾക്കൊരു സ്വഭാവം. എന്താ പെണ്ണുങ്ങളുടെ സ്വഭാവം? പ്രത്യേകിച്ച് അല്പം കള്ളത്തുള്ള പെണ്ണുങ്ങളാണെങ്കിൽ അവിടെ കയ്യെത്തി ഇവിടെ കയ്യെത്തിയിട്ട് ഒന്ന് ഊരക്ക് കൈയെടുത്ത് ഒന്ന് മുതുകത്ത് കൈവച്ചിട്ട് അല്ല. അങ്ങനെ ഈ പെണ്ണിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പെണ്ണിന്റെ കൈ അറിയാതെ രാജാവിന്റെ മെത്തയിൽ ഒന്ന് തൊട്ടു. അതേവരെ അവൾ തൊട്ടുകില്ല. ഈ പെണ്ണിന്റെ കൈ അവൾ കുത്തിക്കൊണ്ടിങ്ങനെ വന്ന് അവൾ അറിയാതെ അവളുടെ കൈ രാജാവിന്റെ സുന്ദരമായ മെത്തയിൽ അലങ്കൃതമാക്കപ്പെട്ട ബെഡിൽ, ആ രാജാവിന്റെ വിലപിടിപ്പുള്ള ബെഡിൽ അറിയാതെ പെണ്ണിന്റെ കൈന്ന് തൊട്ടപ്പോൾ എന്തോരു സുഖാണ്, എന്തോരു അനുഭൂതിയാണ്. പെണ്ണ് ചെയ്ത പണി എന്താന്നറിയാം? എവിടെ നോക്ക്, അവള് മെല്ലെ എഴുന്നേറ്റിട്ട് ഡോറിന്റെ ഭാഗത്ത് വന്നിട്ട് ഒന്നിങ്ങനെ നോക്കി രാജാവ് വരുന്നുണ്ടോ. രാജാവ് വരുന്നില്ല എന്ന് കണ്ട പെണ്ണ് എന്താ ചെയ്തത്? നേരെ ചെന്നിട്ട് ആ മെത്തയിലൊന്നിങ്ങനെ ഇരുന്നു. ആ മെത്തയിലിരുന്നു. അവളൊന്നും ഇങ്ങനെ തുള്ളിച്ചാടി. എന്തൊരു സുഖം. ഇരുന്ന പെണ്ണിന് തോന്നിയിട്ടേ ഒന്ന് കടക്കണം. ഞാൻ വെറുതെ പറയല്ല, ഇരുന്ന പെണ്ണിന് തോന്നി ഒന്ന് കടക്കണം. കടന്നതേ ആ സാധുവായ പെണ്ണിന്റെ ഓർമ്മയുള്ളൂ. പിന്നെ പൂർക്കം വിളിച്ചുകൊണ്ട് അവളങ്ങ് ഉറങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്. തൊട്ടപ്പ പെണ്ണിന് തോന്നിയിരിക്കണം, ഇരുന്നപ്പോ പെണ്ണ് തോന്നി കടക്കണത്, കടന്നപ്പുറകി. അതവരുടെ സ്വഭാവമാണ്. ഓരോരോ പൂജ ഉണ്ടാവും ഓരോ പെണ്ണുങ്ങൾ. ചില പെണ്ണുങ്ങൾക്ക് അൽഹംദുലില്ലാഹ് ഞാനിപ്പോ ആ ഭാഗത്തേക്ക് പോകും, നമുക്ക് ടൈം വളരെ കുറവാണ്. ഏതായിരുന്നാലും പെണ്ണ് കിടന്നിങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാജാവ് കയറി വന്നു. ഇബ്രാഹിം എന്ന രാജാവ് കയറി വന്നിട്ട് റൂമിലേക്ക് ഇങ്ങനെ കിടക്കുമ്പോ തന്റെ റൂമിൽ ഒരു പെണ്ണിങ്ങനെ കിടന്നുറങ്ങിയ, അതും തന്റെ മെത്തയിൽ. തന്റെ ഭാര്യ പോലും അവിടെ കയറി കിടക്കാറില്ല, തന്റെ പെൺമക്കൾ പോലും അവിടെ കയറി വരാറില്ല. സുബ്ഹാനല്ലാഹ്, ഒരു അന്യ പെണ്ണ്. ഇവൾ ആരാ? രാജാവ് എന്താ ചെയ്തത്? ഭയങ്കര ദേഷ്യത്തോട് കൂടെ ചെന്നിട്ട് കിടന്നുറങ്ങുന്ന പെണ്ണിന്റെ മുഖത്തേക്ക് കൊടുത്തു.
കുരുത്തം കെട്ടവളെ ഈ അടി അങ്ങോട്ട് കിട്ടിയതോടുകൂടി പെണ്ണ് ചെയ്ത പണി എന്താണെന്നറിയോ? എന്റെ അമ്മേ, പെട്ടെന്ന് പെട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റ പെണ്ണ് രാജാവിന്റെ മുഖത്തേക്ക് നോക്കി അങ്ങോട്ട് ചിരിച്ചു. പെണ്ണ് രാജാവിന്റെ മുഖത്തേക്ക് നോക്കി ചിരിക്കുക. സാധാരണ അടി കിട്ടിയ നമ്മൾ എന്താ ചെയ്യാറ്? വല്ലാതെ വേദനിച്ച കരയാറില്ലേ പതിവ്. പക്ഷെ ഈ പെണ്ണ് ഇവിടെ ചിരിക്കുക ചെയ്യുന്നത്. ഈ ചിരി കണ്ടു ആ പെണ്ണ് കുറച്ചു നേരം പൊട്ടി ചിരിച്ചിട്ട് പിന്നെ പെണ്ണിന്റെ സ്വഭാവം അങ്ങോട്ട് പ്രകടിപ്പിക്കാൻ തുടങ്ങി. അവളങ്ങ് കരയാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. ഇത് രാജാവിനെ അത്ഭുതപ്പെടുത്തി. അടി കിട്ടിയപ്പോ ആദ്യം പെണ്ണ് കരഞ്ഞു, പിന്നെ ആദ്യം പെണ്ണ് ചിരിച്ചു, പിന്നെ പെണ്ണ് കരയുകയാ. നേരെ പതിവിന് വിപരീതം ചെയ്തത് കണ്ട രാജാവ് ആ പെണ്ണോട് ചോദിക്കുകയാണ്, എടി എന്ത് പണിയാടി നീ കാണിച്ചത്? അടി കിട്ടിയ സാധാരണ ആൾക്കാർ ആദ്യം കരയല്ലേ ചെയ്യാറ്, നീ എന്താ ചിരിക്കാൻ കാരണം? പിന്നെ നീ കരയാൻ കാരണം എന്താണ്? ആ സമയത്ത് സഹോദരികളെ ആ പെണ്ണ് പറഞ്ഞു കൊടുക്കുന്നു, രാജാ മഹിപാതി താമക്കുല്യേറ്റം പുതുമാകിൽ മനതന്നിൽ പേടുന്തി ചോടി മതിയെ ചിരിത്തി നീ പിന്നെ കരയുവാനും മായണ്ടി ചൊരിത്തി ചോടി. പാടി ഞാൻ അടിച്ചു വരാനി മുറിക്കകം ബന്ധിന്റെ സുഖം കണ്ടിട്ട് പദവികൾ അറിയുവാൻ വന്ന് ചിരമ്പെത്തി പടുത്ത പുതൂർ കിളിപെട്ടേ കൂടി ഞാൻ അരസാത്തോളം കിടന്നിട്ട് ഹോഷിപെറ്റേ സബബ് തന്നെ ഹോജാനോടടിക്കിട്ട് എന്ന് നീനെന്താത് കൊണ്ടെന്നിൽ ലഹക്ക് വന്നേ. ആ പെണ്ണ് രാജാവിന്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു, രാജാ അങ്ങ് എന്നെ അടിച്ചപ്പോ ഞാൻ ആദ്യം ചിരിക്കാൻ പിന്നെ കരയാനുള്ള കാരണം എന്താണെന്നറിയോ? അങ്ങ് ഈ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് പോയപ്പോ ഇതൊന്ന് അടിച്ചു വൃത്തിയാക്കുവാൻ വേണ്ടി ഞാൻ ഈ റൂമിൽ കിടന്നു. പതിവ് പോലെ ഞാൻ പൊടികളെല്ലാം അടിച്ചിട്ട് സുഖത്തിൽ ഇങ്ങനെ കലർത്തിയ വെള്ളം കൊണ്ട് ഞാനിതിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുമ്പോ രാജാ ഇന്നേ വരെ ഇല്ലാത്തൊരു സംഭവം ഉണ്ടായി. എന്റെ കൈയൊന്ന് അങ്ങയുടെ ബെഡിൽ തട്ടിപ്പോയി. പെട്ടിൽ കൈ തട്ടിയതോടുകൂടെ എനിക്ക് വല്ലാത്ത സുഖം, ആ അനുഭൂതി വല്ലാതെ അനുഭവപ്പെട്ടു പോയി. ഞങ്ങൾ അടിമ പെണ്ണുങ്ങളല്ലേ, ഞങ്ങൾ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളല്ലേ, ഞങ്ങൾ പഠിപ്പുരക്ക് പുറത്ത് താമസിക്കുന്ന പെണ്ണുങ്ങളല്ലേ, ഞങ്ങൾ കൊട്ടാരത്തിൽ താമസിച്ച പരിചയമില്ലല്ലോ, സുഖസൗഖ്യങ്ങൾ ഏറ്റെടുത്ത പരിചയമില്ലല്ലോ. എന്നാൽ ഇന്നീ വരെ എനിക്ക് കിട്ടാത്തൊരു സുഖം ആ ബെഡിൽ തൊട്ടപ്പോ എനിക്ക് കിട്ടിയപ്പോ രാജാ ഞാൻ അതിലൊന്ന് ഇരുന്നു പോയി. ഇരുന്നപ്പോ എനിക്ക് തോന്നി എന്റെ മഹാരാജാവിന്റെ ബെഡിലൊന്ന് കിടക്കണമെന്നോ. കിടന്നത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എന്തുണ്ടായെന്ന് എനിക്കറിയില്ല. പിന്നെ അങ്ങ് വന്ന് അടിച്ചു, അതേ സംഭവിച്ചത്. അതൊക്കെ ശരിയാണ്. പക്ഷെ അടിച്ചപ്പോ നീ ചിരിക്കാൻ കാരണം എന്താ? അത് മറ്റൊന്നുമല്ല. ഞാൻ ചിരിക്കാനുള്ള കാരണം ഈ കൊട്ടാരത്തില് ഒരു ആയ പെണ്ണിനും കിട്ടാത്ത ഭാഗ്യമല്ലേ എനിക്ക് കിട്ടിയത്. അടി വന്ന് കിട്ടിയാലെന്താ? അങ്ങയുടെ ബെഡിലൊന്ന് കിടക്കാൻ പറ്റിയല്ലോ, അരമണിക്കൂറൊന്ന് സുഖിക്കാൻ പറ്റിയല്ലോ, ഈ ബെഡിന്റെ അനുഭൂതി സുഖത്തിലൊന്ന് ആറാടാൻ പറ്റിയല്ലോ. മാത്രമല്ല എന്നെ പോറ്റി വളർത്തുന്ന രാജാവായ അങ്ങയുടെ കരം കൊണ്ട് ഒരടി കിട്ടിയപ്പോ എന്തോ ഒരു മധുരം തോന്നി രാജാ, ഒരു സന്തോഷം തോന്നി രാജാ. അങ്ങനെ ഞാൻ ചിരിച്ചു പോയതാ. ഞാൻ ചിരിക്കാനുള്ള കാരണം ഒരു പെണ്ണിന് ഈ ഭാഗ്യം കിട്ടിയിട്ടില്ല. അങ്ങയുടെ കൈകൊണ്ട് അടി കിട്ടിയ പെണ്ണുങ്ങൾ ഇവിടെ അല്ല, അങ്ങയുടെ മെറ്റൽ ഇരുന്ന പെണ്ണുമില്ല, സുഖിച്ച പെണ്ണുമില്ല. അതിന് ഭാഗ്യക്ക് കിട്ടിയല്ലോ. അത് ആലോചിച്ച് ഞാൻ ചിരിച്ചതാ. പിന്നെ കരയാൻ കാരണം എന്താണ്? ഞാൻ കരയാനുള്ള കാരണം മറ്റൊന്നാണ്. എന്താ? അരമണിക്കൂറല്ലേ ഞാൻ ഇവിടെ താമസിച്ചുള്ളൂ. നേരെ ശ്രദ്ധിക്കേണ്ടത് അർത്ഥവത്തായിരിക്കുന്ന വാക്കാണ്. അരമണിക്കൂറല്ലേ ഞാൻ അങ്ങയുടെ ബെഡിൽ കിടന്നുള്ളൂ. എന്നാൽ കാണ്ടാതിത്തിരികൾ സന്തോഷിച്ചിതിൽ കാലവും ന്യായമിൽ അല്ലോ കയ്യൊന്നേ താടക്കേനിക്കൊള്ളും മാടിക്കോരോ കയ്യാതും കാണക്കില്ലല്ലോ. പാടോർത്ത് കരഞ്ഞതാമെണ്ടും മാമതാളെ പാക്കിന്റെ പൊരുൾ ഞാനെത്താൽ പാകിതരശാരയെ മാനം കെട്ടി പാർത്ത് വന്നാതി മാനത്താ.
രാജാവി ഞാൻ കരയാൻ കാരണം മറ്റൊന്നാണ്. അരമണിക്കൂർ അങ്ങയുടെ സുഖ ബെഡിൽ കടന്നുകൊണ്ട് ഞാനൊന്ന് ഉറങ്ങി. അപ്പൊ നിങ്ങൾ വന്നിട്ട് ഒരടിയിലടിച്ചു. നിങ്ങൾ വന്നിട്ട് ഒരടിയിലടിച്ചു. പക്ഷേ താടാതിരിയാൽ സന്തോഷിച്ചിട്ട് കാലവും കഴിവില്ലല്ലോ. നിങ്ങളുടെ ആയുസ് മുഴുവനും അരമണിക്കൂറല്ലേ ഞാൻ കിടന്നത്. അരമണിക്കൂർ കിടന്നപ്പോ നിങ്ങൾ എന്നെ ശിക്ഷിച്ചില്ലേ? എന്നാൽ നിങ്ങളുടെ ആയുസ് മുഴുവനും കാലാകാലവും മരിക്കാതത്ര കാലവും ഈ ബെഡിൽ കിടന്നുകൊണ്ട് എന്റെ യജമാനനായ അങ്ങ് സുഖിക്കുമ്പോ, ഈ ബെഡിൽ കിടന്നുകൊണ്ട് അങ്ങ് സുഖിക്കുമ്പോ രാജാതിരാജനായൊരു റബ്ബില്ലേ, രാജാതിരാജനായൊരു രാജാവില്ലേ, നിങ്ങളെയും എന്നെ സൃഷ്ടിച്ച് പരിപാലിച്ചു പോറ്റുന്ന റബ്ബായ രാജാവില്ലേ, ആ രാജാവ് എന്റെ രാജാവിനെ എത്ര തല്ലും എന്നോർത്തപ്പോ കരച്ചില് വന്നതാ. അല്ലാ, പെണ്ണിന്റെ അർത്ഥവത്തായ വർത്തമാനം. അരമണിക്കൂർ ഞാൻ കിടന്നപ്പോ എന്റെ ദുനിയാവിലെ രാജാവായി നിങ്ങൾ ഒരടിച്ചു. പക്ഷെ അരമണിക്കൂറല്ല, നിങ്ങളുടെ ജീവിതം കംപ്ലീറ്റ് ഇതിൽ ചെലവഴിക്കുമ്പോ യഥാർത്ഥമായ രാജാവ് നിങ്ങളെ എത്ര ശിക്ഷിക്കും അത് ആലോചിച്ചുകൊണ്ട് എനിക്ക് ഭക്ഷണവും വെള്ളവും വസ്ത്രവും തന്ന് വളർത്തുന്ന അങ്ങയുടെ കാര്യം ആലോചിച്ചുകൊണ്ട് ഞാൻ കരഞ്ഞതാ. പ്രിയപ്പെട്ടവരെ, രാജാവാകെ വിഷമിച്ചു പോയി, രാജാവാകെ അന്തം വിട്ടുപോയി. കാരണം ആ പെണ്ണ് പറഞ്ഞത് നല്ലൊരു വർത്തമാനമാണ്. രാജാവ് ചിന്തയിൽ അണ്ടുപോയി. പഠിച്ചവനെ, എന്താണ് പെണ്ണ് പറഞ്ഞത്? ഞാൻ അവളെ അടിച്ചത് ശരിയായില്ല, അവള് പറഞ്ഞത് ശരിയാണല്ലോ. രാജാതിരാജനായ തമ്പുരാൻ ഞാൻ ഇവിടെ കണ്ട് സുഖിക്കുമ്പോ അവരെ ഓർക്കാത്ത കാലം എന്നെ എത്രമാത്രം ശിക്ഷിക്കും എന്നോർത്തുകൊണ്ട് രാജാവിന് പേടിയായി, രാജാവിന് വെപ്രാളമായി. രാജാവ് ചിന്തിച്ചു, അല്ലാ അസ്തഗ്ഫിറുല്ലാഹ്, എനിക്ക് പുറത്തു തരണം അല്ലാ. രാജാവ് ചിന്തിക്കുക, എത്രയും പെട്ടെന്ന് കൊട്ടാരൊക്കെ വിടണം. നിന്റെ വാപ്പയെ പോലെ. ആരാ വാപ്പ? അദ്ദേഹം അല്ലാഹു. മഹാനഗരുടെ ജോലി എന്താണ്? കൊട്ടാരവാസമല്ല, ഒരു കാട്ടിൽ പ്രിയപ്പെട്ടവരെ വണ്ടികളാൽ ഉണ്ടാക്കപ്പെട്ട ഒരു കൊച്ചു കൂരയിൽ താമസിച്ച് വിറകെല്ലാം ഉണ്ടാക്കി ആ വിറക് അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിറ്റ് അത് രണ്ട് ഭാഗമാക്കി, ഒരു ഭാഗം സ്വതക്ക ചെയ്ത് ഒരു ഭാഗം കൊണ്ട് പ്രിയപ്പെട്ടവരെ ഭക്ഷണങ്ങൾ വാങ്ങി ഒരാഴ്ചക്കുള്ള ഭക്ഷണം. നേരെ പോകും അദ്ദേഹം പ്രിയപ്പെട്ട ഖുറാസാനിലേക്ക്, ഖുറാസാന്റെ കാട്ടിലേക്ക്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ താമസിച്ച ബാപ്പയാണ് മഹാനായ ഇബ്രാഹിം, ഒരു സൂഫിയായ ആരിഫായ ഔലിയായ മഹാനായ അദ്ദേഹം തങ്ങൾ. ആ അദ്ദേഹം തങ്ങളുടെ പുത്രനാണ് ഇബ്രാഹിം. ചിന്തിക്കുക, എന്റെ വാപ്പ കാട്ടിലല്ലേ താമസിച്ചത്, ഇനി വാപ്പ കാട്ടിൽ താമസിച്ചതുപോലെ ഒരു ഏകാന്ത ജീവിതം അതാ ഞാൻ ഇഷ്ടപ്പെടുന്നത്. എത്രയും പെട്ടെന്ന് നാട് വിടണം. എനിക്ക് മുതലൊന്നും വേണ്ട, എനിക്ക് കൊട്ടാരമൊന്നും വേണ്ട, എനിക്ക് അടിമകളൊന്നും വേണ്ട, എനിക്ക് ഉടമകളൊന്നും വേണ്ട. ഇല്ല, എല്ലാ സുഖ സൗഖ്യങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് എനിക്കെന്റെ റബ്ബിനെ കണ്ടുമുട്ടണം. അത് രാജാവിന്റെ മനസ്സാൽ ചിന്തിക്കുകയാണ്. രാജാവ് ആലോചിക്ക, പക്ഷേ ദുനിയാവ് അങ്ങോട്ട് വിടുന്നില്ല. രാജാവിനെ ദുനിയാവ് വിടുന്നില്ല, രാജാവ് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പൊ നമുക്കും തോന്നുമല്ലോ, ഉസ്താദുമാരെ വയത് കേട്ട് അങ്ങനെ ഒന്നും ആയ പോലെ ഒന്ന് നന്നാവണം, എന്തായാലും വേണ്ടില്ല. അടുത്ത വെള്ളിയാഴ്ച മുതൽ ജുമാ മുതൽ ഇൻഷാ അല്ലാഹ് പിന്നെ അസറും മഗ്‌രിബും ഇശയും സുബഹിയും 5 വഖ്ത് നിസ്കാരം മുറുകെ പിടിക്കണം. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ചിന്തിക്കും. അപ്പൊ ഇബ്ലീസ് പറയുന്ന കണ്ടിട്ട് വാ ഹംകേജ് ഇങ്ങോട്ട് വാ, അന്നെ ഞാൻ കാണിച്ചുതരാം. ആ വെള്ളിയാഴ്ച ചിലപ്പോ പള്ളിക്കൽക്കാരെ പോകാൻ ഒരു പറ്റൂല. പിന്നെ ഓൻ ചിന്തിക്കുക എന്താണെന്നറിയാം, ഏതാ ചിലപ്പോ ഞാൻ റജബ് ഷഅബാൻ റമളാനൊക്കെ വരുന്നുണ്ട്. റമളാൻ മാസമായ എന്തായാലും യാതൊരു തർക്കമില്ല, ശരിയാണ്. അൽഹംദുലില്ലാഹ്, റമളാൻ മാസത്തിൽ RSP ആയിട്ട് കുറെ പട്ടാളക്കാരിറങ്ങും. RSP ആയിട്ട് കുറെ ഇറങ്ങും. പിന്നെ മുഅദ്ദിൻ നിൽക്കണ ഭാഗത്ത് മുഅദ്ദിൻ നിൽക്കാൻ പറ്റൂല, ഇമാം നിൽക്കണ ഭാഗത്ത് ഇമാമിന് നിൽക്കാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്, പിന്നെ ബാങ്ക് കൊടുക്കുന്നത് ഓനാണ്, ഇക്കാമത്ത് കൊടുക്കുന്നത് ഓനാണ്, ഹൗദും കരിയിൽ ഒന്നാകെ ഓനാണ്, പള്ളിക്കകത്ത് ഒന്നാകെ RSP ആണ്. ചിലപ്പോ മുക്കരിക്കൊന്നും നിൽക്കേണ്ട സ്ഥാനത്ത് നിങ്ങളെ കൂടെ കുറച്ച് മാറി എന്ന് പറയാ. 24 മണിക്കൂറും പള്ളിയിലെ മുക്കരിക്ക് പോലും സ്ഥാനല്ലാതെ അവിടെ കയറിപ്പറ്റും RSP. എത്ര ഇസണ്ടാകാന്നറിയോ? 1, 2, 3 നോമ്പ് കയ്യോളം. 100 ആളെ 4-5 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കുറഞ്ഞു വരും. അവസാനം ഒടുക്കത്തെ 10 അല്ലേ, ആ ഒടുക്കത്തെ 10-ലല്ലേ ഈത്തിക്കാവിന് നെയ്യത്തും ചെയ്തുകൊണ്ട് മഹാനായിരിക്കുന്ന നബിയുനാ റസൂലുള്ളാഹി തന്റെ അരക്കച്ചൊന്ന് മുറുക്കിക്കൊണ്ട് ഇബാദത്തിൽ മുഴുകിയത്. ആ സമയത്ത് മറ്റയാളിറങ്ങും. ആര്? മറ്റയാളിറങ്ങും. ഈ പട്ടാളക്കാരൻ മേധാവി ഉണ്ടല്ലോ, ഇബ്ലീസിനായിരുന്നുള്ള
പയ്യടി ഓൻ വന്നിട്ട് പറയും വേണ്ട അതൊക്കെ മതിക്ക് 10 രൂപ നോമ്പൊക്കെ തോറ്റില്ലേ ഭണ്ഡാരപ്പായ അന്റെ തടിയല്ലേ ഇത് സുബ്ഹാനല്ലാഹ് കണ്ണൊക്കെ കൊണ്ടുപോയിക്കണം മൂക്കൊക്കെ വളഞ്ഞു വരുന്നു അല്ലാ എന്തൊരു തുടുത്ത മോറായിരുന്നു കണ്ടാ എന്ന് അങ്ങനെ പറയുമ്പോ കൂലി കിട്ടുന്ന ഒടുക്കത്തെ 10 നമ്മള് പള്ളിക്കൽക്കര പോകൂല 22,000 പോകൂല അവസാനത്തെ 10 ഏറ്റവും വലിയ 10 ഏറ്റവും വലിയ ശ്രേഷ്ഠത പോകൂല അതിന്റെ അടയാളം എന്താണ് പട്ടാള മേധാവി ഒപ്പുണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അതിന്റെ ശർറ് കാത്തുരക്ഷിക്കുമാറാവട്ടെ അപ്പൊ ഇബ്ലീസ് രാജാവിന്റെ കൂടെ ഉണ്ട് രാജാവിനെ തോന്നിപ്പിക്കണം അതിപ്പോ അങ്ങനെ ഉണ്ടായി പക്ഷെ രാജാവ് നേരാവാൻ തയ്യാറായില്ല ആ സമയത്ത് പ്രിയപ്പെട്ടവരെ മറ്റൊരു അത്ഭുതം സംഭവിക്കുകയാണ് എന്താ അത്ഭുതം സംഭവിക്കുന്നത് മാനേ താജുൽ ഇബ്രാഹിം അവർ ദൗലത്തിൽ പമ്പും മഹാശക്കൽ വാരിച്ച് നെടും കാലത്തിൽ താനും പജുവാനം കസുർബക്കിൽ ജലേസം നേരും തായേ തവർ കണ്ടാൽ ഒരു മിസ്കിൻ അതിനിസാരം രാജർ ഇബ്രാഹിം അവർ ദൗലത്തിൽ മഹാശക്കൽ വാരിച്ച് നെടും കാലത്തിൽ താനം പരിവാലം കസുർബക്കിൽ ജലേസം നേരും തായ അവർ കണ്ടൊരു മിസ്കിൻ അത് നിസാരം പൊക്കണം കടിത്ത് ഉണക്ക റോട്ടി പൂപ്പും കുറെ ചൊപ്പം എടുത്തുണ്ട് മടക്കി കേട്ടി താനം കരത്താൽ വെടുപ്പാക്കി ഇടന്നുറങ്ങി തഞ്ചം കനന്തപ്പുഴരാജർ മനഞ്ഞിടുങ്ങി ഇടുങ്ങി പെരിയോനെ പുകളിയൂർ അവരെ ഹാലോ തിരുങ്ങി കഴിയുമ്മ ഫക്കറിന്റെ അവസ്ഥയാലോ പാടിവർ അരുൾ പോലെ ഫക്കറുണർ നദിയിൽ പിന്നെ പാടുവർ വെളുത്തും കൊണ്ടാര ശരി തിരുമുൻ വന്ന മഹാരാജാവും പരിപാലികളും തന്റെ കൊട്ടാരത്തിന്റെ ഫോക്കിൽ മേലെ അവർ എന്തോ കാര്യം ചർച്ച ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഇബ്രാഹിം എന്ന രാജാവും രാജാവിന്റെ മന്ത്രിമാരുണ്ട് പട്ടാള മേധാവികളുണ്ട് അവരെന്തൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാ സുബ്ഹാനല്ലാഹ് വെല്ലിപ്പക്ക് ഒരു കസാലട്ടോടില്ല ഒരു വെല്ലിപ്പ കടന്നു വരുന്നുണ്ട് രാജാവ് ഇങ്ങനെ നോക്കുമ്പോണ്ട് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ഒരു വെല്ലിപ്പ കുറെ പൊക്കടെടുത്തിട്ട് ഇങ്ങനെ കടന്നു വരുന്നു രാജാവ് നോക്കിങ്ങനെ കാണാൻ ഈ വരുന്നതല്ലട്ടോ അത് വെല്ലിപ്പൊന്നല്ല നല്ല യുവാവാണ് അൽഹംദുലില്ലാഹ് രാജ കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് രാജാവ് താഴോട്ട് നോക്കുക രാജാവിന്റെ പട്ടാളക്കാരുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട് അവരൊക്കെ നിൽക്കുമ്പോഴാണ് അവരുടെ ആരെ കണ്ണില് പെട്ടിട്ടില്ല പക്ഷെ രാജാവ് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക നല്ലൊരു പൊക്കണം തോളിലിട്ടിട്ട് ഒരു വെല്ലിപ്പ ആ വെല്ലിപ്പ അങ്ങനെ തേങ്ങി കിതച്ച് വലിച്ച് വിയർത്ത് അദ്ദേഹം അങ്ങനെ കടന്നു വരിക നേരെ കൊട്ടാരത്തിന്റെ കബൗണ്ടിലേക്ക് കടന്നു വന്ന ആ വെല്ലിപ്പ ചെയ്ത പണി എന്താണെന്നറിയോ അല്ലാ ഒരു വൃക്ഷന്റെ മരണ്ട് ആ മരത്തിന്റെ ചുവട്ടിൽ ഒരു മാറ്റ് വിരിച്ച് ചെറിയ ഒരു ശീലം കൊണ്ട് വിരിച്ചു അൽഹംദുലില്ലാഹ് അദ്ദേഹത്തിന്റെ കെട്ടാരം ബാണ്ട് ആ ബാണ്ടാരെ കെട്ടയച്ചു അദ്ദേഹത്തിന് ബാണ്ടാരുണ്ട് ഒരു നല്ല തുണി കൊണ്ട് കെട്ടിയത് അത് അദ്ദേഹം ഇങ്ങനെ കെട്ടയച്ചുകൊണ്ട് ചെയ്തെന്തെന്നറിയോ തനം കരത്താലെ വെടുപ്പാക്കി കിടന്നുറങ്ങി തഞ്ചം കനിന്തപ്പോൾ മഹാരാജർ മനഞ്ഞേടുങ്ങി അനോന്നിരിപ്പി പോക്കണം കാടി തുണക്കാറൊട്ടി ഒപ്പം കുറെ ചുപ്പും എടുത്തുണ്ട് മടക്കി കെട്ടി കരത്താലെ വെടുപ്പാക്കി കിടന്നുറങ്ങി തഞ്ചം കനിന്തപ്പോൾ മഹാരാജ് മനം ഇടുങ്ങി പെരിയോനെ പുകളിയൂർ തവരെ ഹാരോ ഞെരുങ്ങി കഴിയും ഫഖീറിന്റെ അവസ്ഥയാലോ ആ പൊക്കണം കെട്ടിച്ചുകൊണ്ട് അദ്ദേഹം മതിന്ന് ഒരു റൊട്ടി എടുത്തു ശ്രദ്ധിക്കാം വട്ടത്തിൽ ഒരു റൊട്ടി എടുത്തു ഉണക്ക റൊട്ടിയാണ് എന്നിട്ട് ചെറിയൊരു കടലാസിൽ കുറച്ചൊരു ഉപ്പെടുത്തു അത് രണ്ടും പുറത്തേക്ക് വെച്ചിട്ടാ കുറച്ച് വെള്ളം എടുത്തു ഇദ്ദേഹം ചെയ്തത് എന്താണ് ആ ഉണക്ക റൊട്ടി
കിട്ടേണ്ട സാധനം മാജാതി ഉറപ്പാണ്. ആ ഉണക്കറൊട്ടി ഇപ്പൊ കുബൂസൊക്കെ കഴിച്ച ആൾക്കാർക്ക് അറിയാലോ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കുബൂസേ ആ അറബി നാട്ടിൽ ചെന്നിട്ടേ കുബൂസും മച്ചതൊക്കെ ഉണ്ടായാൽ ഡോറിയാല് കൊടുത്ത് വാങ്ങണ സാധനം അവര് കെട്ട് അത് തിന്നാത്ത ആളുകൾ ആരാ പ്രവാസ ലോകത്ത്? അൽഹംദുലില്ലാ എന്തോരം ടേസ്റ്റാണ് അതിന്റെ. നമ്മുടെ പട്ടിണി മാറ്റ സാധന, നമ്മുടെ കേരളത്തില് ചക്ക എന്ന് പറഞ്ഞ സാധനം പട്ടിണി മാറ്റും പോലെ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന സാധുക്കൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന സാധനമാണ്. ആ ഉറയിൽ കിട്ടുന്ന 2 റിയാൽ കൊടുത്താൽ 2-3 അപ്പം കിട്ടും. അതിന്റെ പേരാണ് ഈ പറയപ്പെട്ട സാധനം. ഈ സാധനം എന്താ ചെയ്യുന്നറിയോ? മേൽ പറയപ്പെട്ട ആ വെല്ലിപ്പ ആ ഉണക്ക റൊട്ടി കുറച്ച് പയക്കണ്ട് തോന്നുന്നു, പിച്ചിട്ട് കിട്ടുന്നില്ല. ഇതും കൊണ്ട് നുള്ളിയെടുത്തിട്ട് അദ്ദേഹം വെള്ളത്തിൽ ഒപ്പിയിട്ട് ആ ഉപ്പിൽ ഇങ്ങനെ തൊട്ടിട്ട് അദ്ദേഹം ഇങ്ങനെ തിന്നെയാണ്. ആ ഉണക്കറൊട്ടി ഉപ്പിൽ ഒപ്പിക്കൊണ്ട് പച്ചവെള്ളം കൂട്ടിക്കൊണ്ട്, കറിയൊന്നുമില്ല, കോയിറച്ചിയൊന്നുമില്ല, പച്ചക്കറി ഒന്നുമില്ല, പച്ചവെള്ളമാണ്, ചാറ്, ഉപ്പുണ്ട് കൂടെ. ആ ഉപ്പിലൊപ്പി പച്ചവെള്ളത്തിൽ ഒപ്പിക്കൊണ്ട് അതിങ്ങനെ തിന്നു. രാജാവ് കാണട്ടോ. രാജാവ് കൊട്ടാരത്തിന് മുകളിലതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ചെയ്ത പണി എന്താണ്? ഈ അപ്പം തിന്നതിന് ശേഷം അല്പം വെള്ളം കുടിച്ചു. അല്പം വെള്ളം കുടിച്ചുകൊണ്ട് അദ്ദേഹം വിരിച്ച വിരിപ്പില്ലേ അതിലങ്ങോട്ട് കിടന്നു. തന്റെ ഭാണ്ഡം തലയ്ക്ക് വെച്ചുകൊണ്ട് കിടന്നതേ ഓർമ്മയുള്ളൂ. അൽഹംദുലില്ലാഹ്. കൂർക്കം വലിച്ചങ്ങ് ഉറങ്ങുന്നു. അൽഹംദുലില്ലാഹ്. ഇത് രാജാവിനെ വല്ലാതെ ഞെട്ടിച്ചു. രാജാവ് ചിന്തിക്കാൻ കാരണം എന്താണ്? പഠിച്ചവരെ, അമ്പരച്ചുംബിയായ 7 നിലയുള്ള കൊട്ടാരത്തിന് മുകളിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇതിന്റെ താഴ്ഭാഗത്ത് എനിക്ക് പ്രൈവറ്റ് ഒരു റൂമുണ്ട്. തോരണകള് തൂക്കിയ റൂം, അലങ്കൃതമാക്കപ്പെട്ട റൂം, കിനാദികൾ തൂക്കപ്പെട്ട റൂം, പട്ടാളക്കാര് കാറ്റടിച്ചു തരുന്ന റൂം, നല്ല സുഖസുപ്തിയുള്ള റൂം എനിക്കുണ്ട്. പക്ഷേ കിടന്നാൽ ഉറക്കം വരുന്നില്ല, എനിക്ക് സമാധാനം വരുന്നില്ല. മാത്രമല്ല കൊട്ടാരത്തിലെ ഭക്ഷണങ്ങൾ ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ എനിക്ക് വിശപ്പടങ്ങുന്നില്ല. ശുദ്ധമായ ജലം കുടിച്ചിട്ട് എനിക്ക് ദാഹം തീരുന്നില്ല. ഇത് ചിന്തിക്കുകയാണ് രാജാവ്. പക്ഷേ ഒരു ഉണക്കറൊട്ടി ഒപ്പിലൊപ്പി തിന്നിട്ട് തന്റെ വിരിപ്പില്ലതാ ആ മണ്ണിൽ ഒരു വിരിപ്പ് വിരിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന ഉപ്പുപ്പ എന്തോ ഒരു റാഹത്തിന്റെ ഉറക്ക. അൽഹംദുലില്ലാഹ്. രാജാവ് ചിന്തിക്കാം, എല്ലാ സുഖങ്ങളും ഉണ്ടായിട്ട് മനസ്സിന് സമാധാനം കിട്ടണില്ല, നല്ല ഉറക്കം കിട്ടണില്ല, ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയുന്നില്ല, വെള്ളം കുടിച്ചാൽ ദാഹം തീരുന്നില്ല. ഇങ്ങനത്തെ രാജാവ് ചിന്തിക്കാണ്. കണ്ടോ ആ ഒരു ഉപ്പ, ആ വയസ്സായിരിക്കുന്ന വാർദ്ധക്യം, ആ പിടിപെട്ട മനുഷ്യൻ. അദ്ദേഹം വരുന്നു, വാണ്ടം വയ്ക്കുന്നു, റൊറ്റെടുക്കുന്നു, നുള്ളുന്നു, ഉപ്പിൽ ഉപ്പുന്നു, പച്ചവെള്ളത്തിൽ തൊടുന്നു, ആം കഴിക്കുന്നു, വെള്ളം കുടിച്ച് അല്ലല്ലോ സുഖമായിട്ട് ഉറങ്ങ. ഈ രംഗം കണ്ട രാജാവ് പട്ടാളക്കാരോട് പറഞ്ഞു, ആരെവിടെ? പട്ടാളക്കാര് ചോദിച്ചു, രാജാവേ ഞങ്ങളൊക്കെ അടുത്തുണ്ടല്ലോ, പിന്നെന്താ ആരെവിടെ ചോദിക്കുന്നത്? പിന്നെ ആ താഴെ ഉറങ്ങുന്ന വെല്ലിപ്പില്ലേ, ആ വെല്ലിപ്പ ഉണർന്നാൽ അദ്ദേഹത്തെ നിങ്ങൾ എന്റെ മുമ്പിൽ ഹാജരാക്കണം. 2 പോലീസുകാരോട് പറഞ്ഞു. പോലീസുകാരെന്താ ചെയ്തത്? നേരെ താഴത്തേക്ക് പടപട എന്ന് ഇറങ്ങി. വെല്ലിപ്പങ്ങനെ കിടക്കല്ലേ, ഒരാള് തലഭാഗത്ത് നിന്നു, ഒരാൾ കാലിന്റെ ഭാഗത്ത് നിന്നു. സുബ്ഹാനല്ലാഹ്. കാലിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആൾ ഇങ്ങനെ നോക്കണം മുഖത്തേക്ക്. ഇതൊന്ന് ഉണർന്നെങ്കിൽ എത്ര നേരം അപ്പൊ ഇവിടെ നിൽക്കുക. തലഭാഗത്തൊക്കെ ആളിങ്ങനെ നോക്കുന്നുണ്ട്, ഇയാൾ ഉണരുന്നുണ്ടോ എന്നുള്ളത്. കാലുമ സിഗ്നൽ കൊടുക്കാനും പറ്റൂല, തൊടാനും പറ്റൂല. അഥവാ രാജാവ് കണ്ടാൽ ആ പീസ് പൂട്ടും. അദ്ദേഹത്തെ ഉണർത്തരുതെന്ന് പറഞ്ഞത്, അദ്ദേഹം ഉണരുമ്പോ കൊണ്ടാനാ പറഞ്ഞത്. അല്ലാ, 2 പോലീസുകാരും ആ വെല്ലിപ്പാന്റെ കാൽ ചുവട്ടിലും തലഭാഗത്ത് ഇങ്ങനെ നിന്നു. കുറെ നേരം കഴിഞ്ഞപ്പോ ആ വെല്ലിപ്പം എല്ലാം ഉണർന്നു. അൽഹംദുലില്ലാഹ്. വെല്ലിപ്പം എല്ലാം ഉണരുക. വെല്ലിപ്പം എല്ലാം ഉണർന്നിട്ട് അൽഹംദുലില്ലാഹ്. വെല്ലിപ്പ് നോക്കുന്ന സമയത്ത് കാൽഭാഗത്തൊരു പോലീസുകാരൻ, തലഭാഗത്തൊരു പോലീസുകാരൻ. പോലീസുകാരെ കണ്ടതോടുകൂടെ വെല്ലിപ്പ് കിട്ടുകിട വരച്ചു, ചാടി എഴുന്നേറ്റു. തന്റെ പൊക്കണം വാരി കെട്ടിക്കൊണ്ട് നേരെ തോളിലേക്കിടുമ്പോ പോലീസുകാര് പറഞ്ഞു, ഉപ്പുപ്പാ ഞങ്ങൾ ഈ നാട്ടിലെ പോലീസുകാരാണ്. മനസ്സിലായി സാറേ,
നിങ്ങളെ രാജാവിന് മുമ്പിൽ ഹാജരാക്കാൻ രാജാവ് കൽപ്പിച്ചിട്ടുണ്ട്. അയ്യോ, ഇത് രാജാവിന്റെ കൊട്ടാരാണോ? സോറി, എനിക്കറിയില്ല, എനിക്ക് മാപ്പ് നൽകണം, ഞാനൊരു പാവാണ്, ഇനി മേലില് ഞാൻ ഈ കബൗണ്ടിക്ക് കടന്നു വരില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, രാജാവ് ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാനാ രാജാവ് പറഞ്ഞത്. 2 പോലീസുകാരും ആ വെല്ലിപ്പാനെ രാജാവിന് മുമ്പിൽ ഹാജരാക്കി. രാജാവിന് മുമ്പിൽ ഹാജരാക്കിയപ്പോ കിട്ടുകിട്ടാ പറക്കുകയാണ്, ആലിന് പോലെ പറക്കുകയാണ്. പാവം, ആ വെല്ലിപ്പാന്റെ ഭാണ്ഡം അത് താഴെ വീണു പോകുകയാണ്. ആ വെല്ലിപ്പ കിടുകിടെ വരച്ചുകൊണ്ട് ഇബ്രാഹിം എന്ന പ്രശസ്തനായ രാജാവിന് മുമ്പിൽ നിൽക്കുമ്പോൾ ആ രാജാവ് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഉപ്പുപ്പാ, നിങ്ങൾ ആ വിരിപ്പിൽ കിടന്നുറങ്ങിയില്ലേ? ഉറങ്ങി രാജാവേ. ആ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ പാണ്ഡം കെട്ടയിച്ചുകൊണ്ട് ഒരു ഉണക്കറൊട്ടി തിന്നില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ വിശപ്പടങ്ങിയോ? അൽഹംദുലില്ലാഹ്, എന്റെ വിശപ്പടങ്ങി രാജാവ്. അൽഹംദുലില്ലാഹ്, വിശപ്പടങ്ങി. പൊന്നാര രാജാവ്, ഞാൻ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കൂല, എന്റെ ഒരു അമളി പറ്റിപ്പോയത്, ഞാൻ പോട്ടെ. നിങ്ങൾ കുടിച്ച വെള്ളം നിങ്ങളുടെ ദാഹം തീർത്തോ? അൽഹംദുലില്ലാഹ്, തീർന്നു. എവിടെ തീർന്നു? ദാഹം അപ്പ തീർന്നു കൂടെ. ഇപ്പൊ തൊണ്ട വരണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. തൊണ്ടയിൽ ഒരു തുള്ളി വെള്ളത്തിന് നനവില്ല, പേടിച്ചിട്ട്. ആചാര്യ, വെള്ളം മാണെന്നും പറഞ്ഞില്ല, ഭക്ഷണം മാണെന്ന് പറഞ്ഞ തട്ടി കിട്ടിയാൽ മതി. ഇങ്ങോട്ട് കടന്ന് വല്ല പുല്ലേര് തന്നിട്ട് വെള്ളം ഇറക്കാം. ഇനി മേലില് രാജകൊട്ടാരത്തിലേക്ക് വരൂല. ആര് തീരുമാനിച്ചു? വെല്ലിപ്പ മനുഷ്യൻ തീരുമാനിച്ചിരിക്കുക. ആ സമയത്താണ് ചോദിക്കുന്നത് രാജാവ്, നിങ്ങളുടെ ദാഹം തീർന്നോ? തീർന്നു രാജാവേ, ഇനി ഞാൻ പോയിക്കോട്ടെ. നിങ്ങൾ ആ ബെഡിൽ കിടന്നുറങ്ങിയില്ലേ? ആ വിരിപ്പിൽ കിടന്നുറങ്ങിയില്ലേ? നിങ്ങൾക്ക് സുഖമായ നിദ്ര കിട്ടിയോ? അൽഹംദുലില്ലാഹ്, നിങ്ങൾക്ക് സുഖമായ നിദ്ര കിട്ടി. എന്നാ നിങ്ങൾ പൊക്കോളൂ രാജാവ്, നിങ്ങൾ പൊക്കോളൂ. ഭക്ഷണം നിങ്ങൾ കഴിച്ച് വയറും നിറഞ്ഞെങ്കിൽ, നിങ്ങളുടെ ദാഹം കുടിച്ച വെള്ളം കൂടെ തീർന്നെങ്കിൽ, ആ കിടത്തത്തിൽ നിങ്ങൾക്ക് സുഖനിദ്ര കിട്ടിയെങ്കിൽ നിങ്ങൾ പൊക്കോളൂ, പൊക്കോളൂ.